ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ 6th മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചറാണ്. 6th മൊഡ്യൂളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ലാൻഡ് യൂസ് മോഡൽസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ അതിൽ ലൗറി ഡെറിവേറ്റീവ് മോഡൽ എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ 2 ടോപ്പിക്സേ ബാക്കിയുള്ളൂ. ഒന്ന് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് എന്താണ്, ദെൻ നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. ആദ്യം നമുക്ക് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Quick response techniques. Quick response techniques in travel forecasting. ഈ ട്രാവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. എത്ര ഭാവിയിൽ ഹൊറൈസൺ ഇയറിൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൻ്റെ ഹൊറൈസൺ ഇയറിൽ എത്ര ട്രാവൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ട്രാവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ ഫോർകാസ്റ്റിംഗ് ട്രാവൽ ഡിമാൻഡ്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് largely. These techniques have been used largely since they became prevalent in late 1970s. അപ്പോൾ പ്രിവൈലൻ്റ് ആയിട്ട് വരുന്നത് 1970കളിലാണ്. This techniques consider using transferable parameters developed from surveys and other empirical data to assist transportation planner in modeling small urban areas greater than 50,000 in population. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻ സ്മോൾ അർബൻ ഏരിയാസിലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ദിസ് ടെക്നിക്സ് കൺസിഡർ യൂസിങ് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് ആണ്. ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ certain parameters such as characteristics of household, travel time and money. Characteristics of household, travel time and money, ഇതുപോലത്തെ certain characteristics which can be transferred both over space and time. അതാണെന്ത് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് certain parameters which can be transferable to the same cities and different cities, അതാണ് which can be transferable over space and over time. അതാണ് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ്. അതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ്, ഹൗസ് ട്രാവൽ ടൈം ആൻഡ് മണി. അപ്പോൾ ദിസ് ടെക്നിക്സ് കൺസിഡർ യൂസിങ് ദിസ് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് ഡെവലപ്ഡ് ഫ്രം സർവേസ്. ഈ ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി സർവേസ് and other empirical data to assist transportation planner in modeling small urban areas greater than 50,000 in population. Based upon the previous transport studies and travel characteristics, a number of quick response techniques in the context of developed countries have been developed for day-to-day use by transport planners. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ട്രാവൽ ഫോർകാസ്റ്റിംഗ് ചെയ്യാനുള്ള ടെക്നിക്സാണ് അത് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ്. നമുക്ക് കുറേ ലാർജ് സ്റ്റഡീസ് ഒന്നും അല്ലെങ്കിൽ ലാർജ് സർവേസ് ഒന്നും നടത്തി കുറേ ഡാറ്റ കളക്ട് ചെയ്യേണ്ട, നമ്മൾ ഉള്ള ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം, ട്രാവൽ ഫോർകാസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറേ ട്രാവൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്
എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്ഡ് സ്റ്റഡീസിൻ്റെ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. These techniques are presented in the form of charts, monographs, tables, simple equation. ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ചാർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ മോണോഗ്രാഫ് വെച്ചിട്ട്, ടേബിൾസ്, സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. These charts are prepared based on the past studies. അപ്പോൾ ഈ ചാർട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് based on the past studies and information, past studies and information. An analysis from these studies is synthesized into certain important parameters and indicators. എന്നിട്ട് ഈ പാസ്റ്റ് സ്റ്റഡീസ് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും, we analyze these past studies and we synthesize certain important parameters and indicators. ഈ ട്രാവൽ ഡിമാൻഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ പാസ്റ്റ് സ്റ്റഡീസിൽ നിന്ന് നമ്മൾ സിന്തസൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, the relationship between city population and per capita trip rate may be made to estimate the total number of trips for a given population of a city. അപ്പോൾ ഒരു സിറ്റിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ഉപയോഗിക്കാം, അവിടെയുള്ള സിറ്റി പോപ്പുലേഷൻ ആൻഡ് പെർ ക്യാപിറ്റ ട്രിപ്പ് റേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് കണ്ടെത്താൻ കഴിയും. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ഈസ് ദെൻ അപ്ലൈഡ് ടു സ്റ്റഡി സിറ്റീസ് without conducting any lengthy data collection exercises, and hence plans can be prepared in very short period of time. അപ്പോൾ ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ലെങ്തി ഡാറ്റ കളക്ഷൻ ഒന്നും ആവശ്യമില്ല. പാസ്റ്റ് സ്റ്റഡീസിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രെൻഡ്സ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ലെങ്തി ഡാറ്റ കളക്ഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് പ്ലാൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ വെരി ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ട് പ്രോബ്ലംസ്. Non-transport solutions for transport problems. ട്രാൻസ്പോർട്ട് പ്രോബ്ലംസിനുള്ള നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സെർട്ടൻ ട്രാൻസ്പോർട്ട് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനുള്ള നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രോബ്ലം? ഡിമാൻഡിനനുസരിച്ചുള്ള ഫെസിലിറ്റി ഇല്ല, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആർ ലെസ്. നമ്മൾ ഡിമാൻഡിനനുസരിച്ചുള്ള ഫെസിലിറ്റി കുറവാണ്, റിസോഴ്സ് കുറവായതുകൊണ്ട് റിസോഴ്സ് എപ്പോഴും ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എന്താണ്, ആർ ലെസ്. കൺജഷൻ ഇൻ ബിസി റോഡ്സ്, സോ ഡിലേസ് ഒക്കേഴ്സ്. കൺജഷൻ ഒരു മേജർ പ്രോബ്ലമാണ്. ഈ ഫെസിലിറ്റി കുറവായതുകൊണ്ട് എന്താണ്, ഡിമാൻഡ് കൂടുതലാണ്, ഫെസിലിറ്റി കുറവാണ്, അപ്പോൾ കൺജഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൺജഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ടൈം കുറേ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഡിലേ ഉണ്ടാവുന്നുണ്ട്. പാർക്കിംഗ് ഇൻ സൈഡ് ഓഫ് റോഡ്സ്, ലോഡിങ്സ് ആൻഡ് അൺലോഡിങ് ഓഫ് ഗുഡ്സ്, ഓർ റിഡ്യൂസിങ് കപ്പാസിറ്റി ഓഫ് റോഡ്സ്. ഈ സൈഡ് പാർക്കിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്, പാർക്കിംഗ് ലോട്ട്സ് ഒക്കെ കുറവായതുകൊണ്ട് സൈഡ് പാർക്കിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റോഡ്സിൻ്റെ കപ്പാസിറ്റി കുറക്കുന്നുണ്ട്. റോഡ്സ് ആർ നാരോ റോഡ്സ് ആണ്, ആവശ്യമുള്ള വിടുത്തുള്ള റോഡ്സ് കുറവാണ്. റീസൺസ് എന്ന് പറഞ്ഞാൽ എൻക്രോച്ച്മെൻറ്റ് ഓഫ് റോഡ്സ്, ടെർമിനൽ ആക്ടിവിറ്റീസ്, റോഡ് സൈഡ് മാർക്കറ്റിംഗ്, ഇതെല്ലാം കാരണമാണ്. ലാക്ക് ഓഫ് ട്രാഫിക് സെൻസ് ഇൻ പാർട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ട്രാഫിക് സെൻസ്, ട്രാഫിക് ലോ എന്ന് എന്ത് ചെയ്യുന്നില്ല, റോഡ് യൂസേഴ്സ് ഒബേ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് ആണ്. സ്റ്റാഗറിങ് ഓഫ് വർക്ക്, എഡ്യൂക്കേഷൻ അവേഴ്സ്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗറിങ് ഓഫ് വർക്ക് ഓർ എഡ്യൂക്കേഷൻ അവേഴ്സ്.
എഫക്റ്റീവ് നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷനാണ്. സ്റ്റാഗർ ചെയ്താണ്. മോസ്റ്റ് ഓഫ് അവർ സ്കൂൾസ് ഹാവ് ബീൻ നൗ അഡോപ്റ്റിംഗ് എ വർക്കിംഗ് ടൈം ബിറ്റ്വീൻ 8:30 and 2:30 p.m. Curtailing of working days in offices for 6 days in a week to 5 days in a week with longer working hours. വർക്കിംഗ് അവേഴ്സ് കുറയാതെ 6 ടൈംസിന് പകരം എന്താക്കാം, 5 ടൈംസ് ആക്കിയാൽ അപ്പം അത്ര ട്രാവൽ ഡിമാൻഡ് നമുക്ക് കുറക്കാൻ പറ്റും. റോഡിലുള്ള ട്രാഫിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. 5 ദിവസത്തിന് എന്തുണ്ടാവുള്ളൂ, ട്രാഫിക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാഗേർഡ് ചെയ്താൽ വർക്കിംഗ് ടൈംസ്, വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി അവേഴ്സ് എല്ലാം സ്റ്റാഗർ ചെയ്താൽ നമുക്ക് ട്രാഫിക് കുറക്കാൻ പറ്റും റോഡിലുള്ള. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, പീക്ക് അവർ കൺജഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും, ക്വാണ്ടം ഓഫ് ട്രാവൽ അത് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, എനർജി സേവ് ചെയ്യാൻ പറ്റും, കുറേ ലെഷർ ടൈം കിട്ടും. ഇനി റോഡ് പ്രൈസിങ് ടെക്നിക്സ്. പാർക്കിംഗ് ഫീസ്, റോഡ് പ്രൈസിങ്. ആൾക്കാരെ എന്ത് ചെയ്യുക, വെറുതെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുക, അതാണ് റോഡ് പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർക്കിംഗ് ഫീസ്, കൺജഷൻ പാസ്, പ്രോഗ്രസീവ് ടാക്സ് സ്ട്രക്ചർ, ട്രാവൽ കൺസെഷൻ ഡ്യൂറിങ് ഓഫ് പീക്ക് പീരിയഡ്സ്, ഇതൊക്കെയാണ് റോഡ് പ്രൈസിങ് ടെക്നിക്സ്. പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് കളക്ഷൻ ഓഫ് പ്രോഗ്രസീവ് പാർക്കിംഗ് ഫീസ് ദാറ്റ് ഇറ്റ് ഡിസ്കറേജ് അൺവാണ്ടഡ് പാർക്കിംഗ് ഓഫ് വെഹിക്കിൾസ് അറ്റ് ബിസി റോഡ്സ് ആൻഡ് മാർക്കറ്റ് പ്ലേസസ് ആൻഡ് മേക്സ് അവൈലബിൾ ദ സ്പേസ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് പെഡസ്ട്രിയൻസ് ആൻഡ് വെഹിക്കിൾസ്. പാർക്കിംഗ് ഫീസ് ഉണ്ടെങ്കിൽ ഫീസ് വെച്ചാൽ എന്താണ്, ഡിസ്കറേജ് ചെയ്യാണ് ആളുകളെ. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫീ വെച്ചാൽ എന്ത് ചെയ്യും, അവർ ഡിസ്കറേജ് ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ, വളരെ അത്യാവശ്യക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെയുള്ള ബിസി നമുക്ക് കുറക്കാൻ പറ്റും. ഇനി കൺജഷൻ പാസ്. ഇറ്റ് ഈസ് എ ചാർജ് ഫീസ് ജനറലി അപ്ലൈഡ് ടു വെഹിക്കിൾസ് ഫോർ പ്ലേയിങ് ഡ്യൂറിങ് പീക്ക് അവേഴ്സ് ആൻഡ് ഓൺ ബിസി റോഡ്സ്. Buses and mass carriers are exempted and reduce congestion. It moderates travel demand to some extent. Cost, spatial and temporal distribution of peak hour demand. ആ പീക്ക് അവറിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒരു ഫീ നടപ്പിലാക്കുക. അപ്പോൾ പീക്ക് അവറിൽ ഒരു ഫീ നടപ്പിലാക്കിയാൽ അപ്പോൾ പീക്ക് അവേഴ്സിൽ ആൾക്കാർ പോകുന്നത് എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്കറേജ് ചെയ്യും. കൂടുതൽ ആളുകൾ അതിന് ശ്രമിക്കില്ല. അതിന് മുന്നേ തന്നെ പീക്ക് അവേഴ്സിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ആളുകൾ യാത്ര ചെയ്യും. അപ്പോൾ ഡിസ്കറേജിങ്ങിനാണ് നമ്മൾ പാസ് അല്ലെങ്കിൽ ഫീസെല്ലാം, ചാർജും ഫീസെല്ലാം ഈടാക്കുന്നത്. അപ്പോൾ പീക്ക് അവേഴ്സിന് നമ്മളൊരു ഫീ ഏർപ്പെടുത്തിയാൽ പീക്ക് അവേഴ്സിന് ഉള്ള അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇതിലൂടെ ആ സമയത്ത് യാത്ര ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പീക്ക് അവേഴ്സ് കുറക്കാൻ പറ്റും. Restriction on plying of vehicles, one-way restriction on limited plying of motor vehicle. Example, vehicle with the even registration number are allowed on certain days and with the odd number of allowed on other days on the congestion road section can bring about discongestion in most critical sectors. ഓഡ് ആൻഡ് ഇവൻ വെഹിക്കിൾസിൻ്റെ ഉദാഹരണം നമ്മൾ ഡൽഹിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കൺജഷൻ കുറയ്ക്കാനാണ്, കൺജഷൻ അല്ലെങ്കിൽ പൊല്യൂഷനൊക്കെ കുറക്കാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നല്ല ട്രാഫിക്, പെരും ട്രാഫിക് ആണെങ്കിൽ, നല്ല ട്രാഫിക് ആണെങ്കിൽ, ഭയങ്കര കൺജഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഓഡ് നമ്പേഴ്സ് സർട്ടൻ ഡേയ്സിനും ഈവൻ നമ്പേഴ്സ് സർട്ടൻ ഡേയ്സിനും ഒക്കെ വെച്ച് സ്റ്റാക്കർ ചെയ്താൽ നമുക്ക് കൺജഷൻ കുറക്കാൻ പറ്റും. ഡീസെൻട്രലൈസേഷൻ ഓഫ് മേജർ ആക്ടിവിറ്റീസ്. Decentralizing major activities like offices, commercial activities through our city reduce congestion at one place. എല്ലായിടത്തും ഡീസെൻട്രലൈസ് ചെയ്യാം. എല്ലാം ഒരു സ്ഥലത്തോട്ട് സെൻട്രലൈസ് ചെയ്തതിന് പകരം എല്ലാ ആക്ടിവിറ്റീസും പല സ്ഥലത്തോട്ട് മാറ്റുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺജഷൻ, ട്രാഫിക് എല്ലാം കുറക്കാൻ പറ്റും. ലേറ്റസ്റ്റ് ടെക്നിക് മൊബൈൽ ഫോൺസ്, നെറ്റ് ഷോപ്പിംഗ്. മൊബൈൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസ്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ഹോം ആക്കാം. മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ന്യൂ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട്
പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന പോലെ ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം ആക്കാം. അങ്ങനെ നമുക്ക് ട്രാഫിക് റോഡിൽ കുറക്കാൻ പറ്റും. പിന്നെ ഷോപ്പിംഗ് അങ്ങനെ നെറ്റ് ഷോപ്പിംഗ് ഒക്കെ ആക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റെഡ്യൂസ് ദി vehicles on the roads. The land use control, spatial separation of various land uses, providing mobile stores to residential colonies, minimize travel demand for some extent, development of satellite towns and commercial centers at the outskirts of CBD areas would help congesting the urban travel corridors. ലാൻഡ് യൂസിനെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാം. നമ്മൾ ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ ഉള്ള രീതിയിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺട്രോൾ അവർ ലാൻഡ് യൂസ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ CBDയിൽ അടുത്തായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സാറ്റലൈറ്റ് ടൗൺസ് എല്ലാം ഔട്ട്സ്കേർട്ടിൽ ചെറിയ സാറ്റലൈറ്റ് ടൗൺസ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആൾക്കാർ കൂടുതൽ സമയം CBDയിലോട്ട് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലോട്ട് വരേണ്ട ആവശ്യം വരില്ല. സാറ്റലൈറ്റ് ടൗൺസിൽ തന്നെ എന്തുണ്ടാവും? കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് ട്രാഫിക് കൺജഷൻ കുറക്കാൻ പറ്റും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ റോളിൽ എസ്റ്റാബ്ലിഷിംഗ് ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിപ്പോട്ട്സ് ഇൻ വില്ലേജസ്, increasing number of schools, clinics in villages can help solve the transport problems of school children and sick. നമ്മൾ വില്ലേജസിലൊക്കെ എന്ത് ചെയ്യാം? ക്ലിനിക്സ്, സ്കൂൾസൊക്കെ എല്ലാം കൂട്ടി അവർക്ക് യാത്ര ചെയ്യാനുള്ള ചാൻസ് നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ കൂടുതൽ കൺജഷൻസ് നമുക്ക് കുറക്കാൻ സാധിക്കും. നമുക്ക് കൺക്ലൂഷനായിട്ട് എന്താ പറയാം? Long term land use and high investment on infrastructure are required to achieve these aims of various non-transport measures, and transport planners and administrators have to work together. ട്രാൻസ്പോർട്ട് പ്ലാനേഴ്സും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സും നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇൻ എ കോർഡിനേറ്റഡ് മാനർ ഇൻ അഡാപ്റ്റിംഗ് ദിസ് മെഷേഴ്സ് that will ensure long term benefits. അപ്പോൾ ഇങ്ങനത്തെ സൊല്യൂഷൻസ്, നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് നമുക്ക് ലോങ് ടേം ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഈ നോൺ ട്രാൻസ്പോർട്ട് ഇത് കുറച്ച് നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി നോൺ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.